നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്നലെ ഒരു രസമുണ്ടായി രാജ്മോഹൻ. വൈകുന്നേരം ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് എനിക്ക് വൈകുന്നേരം ഇച്ചിരി കൃഷിപ്പണിയുണ്ടല്ലോ. അതെ. അപ്പോൾ ഇച്ചിരി കാട് പറയാം ഇപ്പം. കാരണം വെച്ചാൽ ഞാൻ ഈ 2 മാസം ഇല്ലാത്തപ്പോഴത്തേക്കും ഒരുപാട് കാട് വളർന്നു. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ ഉള്ള പണി എന്ന് പറഞ്ഞാൽ കാട് പറയാം. നന്നായിട്ട് കൊതുക് കടിക്കും. ഭാഗ്യത്തിന് ഡെങ്കി ആയിട്ടില്ല. തടയാൻ നിവൃത്തിയില്ല. നമ്മൾ എത്ര ഉടുപ്പിട്ടെന്ന് പറഞ്ഞാലും എൻ്റെ ഈ പുറം മുഴുവൻ അങ്ങ് കടിച്ചു കൊതുക്കും. നമ്മൾ ഉടുപ്പൊക്കെ ഇടുന്ന, പക്ഷെ അതുപോലെ കൊതുക. അത് കഴിഞ്ഞ് ഞാൻ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോൾ എനിക്ക് ഒരു ഫോട്ടോ അയച്ചു തരുന്നു നമ്മുടെ ശബരിനാഥ്, പഴയ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ജി കാർത്തികൻ എന്ന നമ്പരാ. കാരണം ഞാൻ ജി കാർത്തികൻ സാറോട് വളരെ അടുപ്പായിരുന്നു എനിക്ക്. എൻ്റെ കല്യാണത്തിനൊക്കെ വന്നിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിൽ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ MLA ആയിരുന്നല്ലോ. അപ്പം അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ഒരു ബാർബർ ഷോപ്പിൽ ഒരാൾ മുടി വെട്ടുകയാണ്. ആ സൈഡിൽ നമ്മൾ രണ്ടുപേരും ഇരിക്കുന്ന ലൂസ് ടോക്കിൻ്റെ ഒരു സ്ക്രീനാണ്. അപ്പം ഞാൻ ഒന്ന് അത്ര മാത്രം ആൻഡ്രോയിഡ് TV ആണെന്ന് തോന്നല്ലേ അത്? ആൻഡ്രോയിഡ് TV. അപ്പം ഞാൻ അദ്ദേഹത്തെ വിളിച്ചില്ല. ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചു, കണ്ടോ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കി, ഞങ്ങളുടെ വില മനസ്സിലാക്കി. ഉടനെ അദ്ദേഹം എന്നെ വിളിച്ചു. എന്നിട്ട് ഈ മുടി വെട്ടുന്ന ആളോടെ ഫോൺ കൊടുത്ത് സംസാരിക്കാൻ വേണ്ടി ഇത് അവിടെ നിൽക്കുകയായിരുന്നു. അദ്ദേഹം അവിടെ വോട്ട് ചോദിക്കാൻ വന്നു. അരുവിക്കര ഇലക്ഷൻ. അപ്പോൾ ഈ അരുവിക്കര തന്നെയാണ് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അപ്പോൾ ഈ സത്യത്തിൽ അപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. ഇത് അരമണിക്കൂറോളമുള്ള പ്രോഗ്രാമാണല്ലോ. അതെ. അപ്പോൾ ഇത് ഇങ്ങനെ ദീർഘനേരം എന്തെങ്കിലും ചെയ്യുന്നവർക്ക് പലരും എന്നോട് പറഞ്ഞു, വണ്ടി ഓടിക്കാൻ നേരത്തെ ഇതങ്ങ് ഓണാക്കിയിട്ടിട്ട് പോകുന്നു പറഞ്ഞു. അതെ, അതാ ഫൊക്കാന സമ്മേളനത്തിന് പോയപ്പോൾ അമേരിക്കൻ മലയാളികൾ പലരും പറഞ്ഞിരുന്നു, അവർ വാഹനം ഓടിക്കുന്ന സമയത്ത് ഇത് വലുതായതുകൊണ്ട് മുഴുവൻ കേൾക്കാൻ അരമണിക്കൂർ താഴെയുള്ളൊരു പരിപാടി എന്തെങ്കിലും ഇത് കേൾക്കാൻ പറ്റുന്നതുകൊണ്ട് പലരും കാണുന്നുണ്ട്. എന്തായാലും സന്തോഷം തോന്നി. നമ്മുടെ ആ ഒരു ചിത്ര ആളുകൾ കാണുന്നു. അല്ല, മാത്രമല്ല നമ്മളെ കുട്ടികൾ നമ്മുടെ നാട്ടിൻപുറങ്ങളില്ലേ ബാർബർ ഷോപ്പുകൾ രാഷ്ട്രീയ ചർച്ചകളുടെ ഏറ്റവും കേന്ദ്രമായിരുന്നു. സത്യമാണത്. ഇപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ അവിടെ അപ്പു എന്ന് പറഞ്ഞ രവി എന്നൊക്കെ, അവരൊക്കെ കട CPM കാരാണ്. വേറെ ചിന്തയൊന്നുമില്ല. ചെല്ലുന്നവരോടത്തെല്ലാം ഇവർ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യാറുള്ളത്. അവരൊന്ന് പത്രം വായിക്കും, അവർക്ക് സമയമുണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ ദേശാഭിമാനി വരുന്നുണ്ട്, മറ്റെന്തെങ്കിലും പത്രം വായിക്കും. പിന്നെ പൊതുവെ അത്യാവശ്യം ഇടത് ബുദ്ധി ജീവി ലെവലിൽപ്പെട്ടവരാണ്. എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഈ ബാർബർ ഷോപ്പ് ഉടമകളുമായി വളരെ അടുപ്പമുള്ള ആളാണ്. ഇപ്പോഴും ഞാൻ പറഞ്ഞു, ആദ്യമായിട്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് വെച്ച് തലമുടി ഒന്നും വെട്ടിക്കുന്നത്. കഴിഞ്ഞ നാട്ടിൽ പോകുമ്പോഴേ വെട്ടിക്കാറുള്ളൂ. സുശീലനാണ് എൻ്റെ സ്ഥിരം വെട്ടുകാരൻ. സുശീലൻ വെട്ടിയാൽ മാത്രമേ എനിക്ക് സംതൃപ്തി എടുത്തുള്ളൂ. ആദ്യമായിട്ടാണ്. അപ്പോഴാണ് ഞാൻ പലപ്പോഴും സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഈ വിദ്യാഭ്യാസ രീതിക്ക് തന്നെ മാറ്റം വരണമെന്ന് തോന്നാൻ കാര്യം, എനിക്കിപ്പോഴും ഞാൻ പല ഹോട്ടലിലും പോയി താമസിക്കുമ്പം നമ്മൾ ഈ ഷാമ്പുവും അങ്ങനെ പല സാധനം കാണാറ്. അപ്പോൾ ഞാൻ ഇതൊക്കെ എന്തിനാണ് ഞാൻ ഉപയോഗിക്കാറില്ല. ഞാൻ സോപ്പ് ഉപയോഗിച്ചാണ് കുളിക്കുന്നതും മുഖം കഴുകുന്നതും തല കഴുകുന്നതും ഒക്കെ. ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഒരാളെ കൊണ്ട് ഞാൻ എൻ്റെ മുടിയൊന്ന് വെട്ടിക്കുന്നത്, ഒരു ബ്യൂട്ടീഷ്യനെ കൊണ്ട്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതിൻ്റെ ഈ വെള്ളത്തിലെ അനുപാതത്തിന് വ്യത്യാസമുള്ളതുകൊണ്ട് മുടി പൊഴിയാനുള്ള സാധ്യതയുണ്ട് ഈ സോപ്പിട്ട് തേച്ചാൽ. ആ മുടി പൊഴിയാൻ തടയാതിരിക്കാൻ വേണ്ടിയിട്ട് മുടി സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഷാമ്പു ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു അനുപാത വ്യത്യാസമുണ്ട്. അതുപോലെ ഫേസ് വാഷ് ഉപയോഗിച്ചാണ് മുഖം കഴുകേണ്ടത്, മുഖം കൊണ്ടല്ല. ഇതൊന്നും ഞാൻ ഇത്രയും 53 വയസ്സായപ്പോഴാണ് ഞാൻ അറിയുന്നത്. എനിക്കൊന്നും ഇപ്പോഴും അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഈ ദന്ത സംരക്ഷണം, കണ്ണ് സംരക്ഷണം, മുടി സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങളൊന്നുമില്ല. നമുക്കാകെ എന്താ അറിയാവുന്നത്, രോഗം വന്നാൽ ചികിത്സിക്കാൻ അറിയത്തുള്ളൂ. യഥാർത്ഥത്തിൽ ഇതിനെല്ലാം ഇപ്പം ഞാൻ പറഞ്ഞത്, ഈ പല്ലെന്തെങ്കിലും അസുഖം ഉണ്ടാകുമ്പം നമ്മൾ കൊണ്ടുപോയി പല്ലടിപ്പിക്കുന്നു. ഇതാണ് ഞങ്ങളുടെയൊക്കെ നാട്ടിലേത്. ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് സ്പ്രിംഗ് ഗാർഡൻ എന്ന് പറഞ്ഞൊരു ദന്താശുപത്രിയിൽ ഭാര്യയുടെ ഒപ്പം ഒരിക്കൽ പോയത്. അവിടെ ചെന്ന് പെട്ടാൽ പിന്നെ മിക്കവാറും അവിടെ പോകേണ്ടി വരും. ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ ഭാര്യ ഇവിടുന്ന് മാറി കാരണം ഞാനും നിർത്തിയിരിക്കുന്നത്. ഇതാണ് ഈ ദന്താശുപത്രി. അപ്പോൾ നമുക്ക് അതുപോലെ കണ്ണ് ഞാൻ ഒരിക്കൽ ആദ്യമായിട്ട് ഞാനിവിടെ നമ്മൾ കണ്ണാടി വെക്കാൻ വേണ്ടിയിട്ട് പോയി കണ്ണാടിക്കടയിൽ പോയി കണ്ണ് പരിശോധിക്കും. പക്ഷേ ഇവിടെ ഒരു ദിവ്യപ്രഭ എന്ന് പറഞ്ഞൊരു കണ്ണാശുപത്രി, ഡോക്ടർ പ്രഭാകരൻ്റെ മകൻ്റേത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ കണ്ണ് സംരക്ഷണത്തെക്കുറിച്ച് അറിയുന്നത്. കണ്ണില്ലാത്ത വെള്ളം ഒഴിക്കേണ്ടതും വെള്ളത്തിൽ വെക്കേണ്ടതും തണുത്തതും ഇതൊന്നും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ ബേസിക്കലി നമുക്കൊന്നും അസുഖം വരാതെ നമുക്ക് അടിസ്ഥാനപരമായി നമ്മുടെ ശരീരത്തിൻ്റെ സംരക്ഷണം പോലും അറിയത്തില്ല എന്നുള്ള വാസ്തവം. നമ്മൾ നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്നോ നമ്മൾ അങ്ങനെയൊക്കെ പോകുന്നു. വീട് പോകുമ്പോൾ സത്യം പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് നിരാശ. ഈ മുടിയൊക്കെ ഇത്തരം പോയതിൻ്റെ കാരണം ഈ സോപ്പ് തേച്ചുകൊണ്ടായിരിക്കും. എല്ലാ ദിവസവും പതപ്പിച്ച് സോപ്പ് തേച്ചുകൊണ്ടായിരിക്കും. എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കേക്ക് തേറിയിൽ ഓർക്കായി ഷാമ്പു എന്ന് പറഞ്ഞ സാധനം തലമുടിക്ക് നല്ലതാണ്. എന്നെ പോലെ ഒരാൾക്ക് മനസ്സിലായില്ലെന്നേ ഉള്ളൂ. അറിയാവുന്നവർ കാണും. തീർച്ചയായും അതിനെക്കുറിച്ച് ഒരുപാട് കോൺഷ്യസ് ആണ് ഇപ്പോഴത്തെ പുതിയ തലമുറ. അല്ലെങ്കിൽ നമുക്കറിയില്ലെന്നേ ഉള്ളൂ. ഈ ഹോട്ടലിൽ ചിലപ്പോൾ പല സാധനം കാണുമല്ലോ. ഞാൻ ജീവിതത്തിൽ സോപ്പ് അല്ലാതെ ഒരു സാധനം എടുത്തിട്ടില്ല. എനിക്കറിയില്ല. എനിക്കൊന്നും എന്ത് ചെയ്യണമെന്നും അറിയില്ല.
നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ കിടക്കാം. നമ്മൾ ഈ ആവശ്യത്തിൽ കൂടുതൽ വിഷയത്തിലേക്ക് പോകുന്നു. അതെ. അപ്പോൾ ഇൻട്രഡക്ഷൻ കൂടി പോകുന്നു. എൻ്റെ വീഡിയോയെ കുറിച്ചുള്ള പരാതിയാണ് ഇൻട്രഡക്ഷൻ കൂടുതൽ. നമ്മളെ ലൂസ് ടോക്കിലും ഇൻട്രഡക്ഷൻ കൂടുതൽ. എൻ്റെ സ്റ്റോക്കാണല്ലോ ആകാം. അതെ. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ മതി ഇന്ന് ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ വിഴിഞ്ഞത്തെ കപ്പൽ വന്നു. പക്ഷെ നമുക്ക് നാളത്തേക്ക് മാറ്റി വെക്കും. കാരണം നാളെയാണ് നമ്മുടെ കാരണഭൂതന്റെ സമയം. കാരണഭൂതൻ ഇന്ന് കൊച്ചിയിലായ കാരണം നാളെയാണ് കാരണഭൂതൻ വരുന്നത്. കാരണഭൂതനല്ലല്ലോ, കേദാസന്റെ സമയം പ്രമാണിച്ച് നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇന്ന് തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ടത് വേണ്ടതുപോലെ കേരളത്തിൽ ചർച്ച ചെയ്തിട്ടില്ലാത്ത, എന്നാൽ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. മലയാള മാധ്യമങ്ങളും അത് ചർച്ച ചെയ്തിട്ടില്ല. ഇന്നലെയാണ് സുപ്രീം കോടതിയുടെ വിധി ഉണ്ടാവുന്നത്. നമ്മൾ ഇന്ന് പത്രങ്ങളിൽ വാർത്തയുണ്ട്, ചാനലുകളിലും വാർത്ത വന്നു. പക്ഷേ പത്രങ്ങളിലെ വാർത്തയോ ചാനലുകളിലെ വാർത്തയോ കണ്ടാൽ ഇതെന്താണെന്ന് ആർക്കും മനസ്സിലാവത്തില്ല. അതെ. അതായത് നമ്മൾ പത്രങ്ങളിൽ കണ്ട വാർത്ത എന്ന് പറയുന്നത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കും CRPC 125 സെക്ഷൻ ബാധകമാണ്. അതെ. അതനുസരിച്ചുള്ള നഷ്ടപരിഹാരം കിട്ടും. ഇത് മാത്രം പത്രങ്ങളിൽ വന്ന വാർത്ത. ഇപ്പം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം CRPC എന്നാന്ന് അറിയത്തില്ല. ഇനി ഇതുവരെ മുസ്ലിങ്ങൾക്ക് ബാധകമല്ലായിരുന്നോ, അതെങ്ങനെ ശരിയാവുന്നേ എന്ന് ചോദ്യം ഉണ്ടാവും. ഉച്ചയ്ക്ക് നമ്മൾ വിഷയം തീരുമാനിച്ചപ്പോൾ ഞാൻ ഭാര്യ എന്നെ വക്കീലാണ്ട് ചോദിച്ചു. പുള്ളിക്കാർ വിശദീകരിച്ചത് എന്താണെന്നുള്ളത് വ്യത്യാസം പിടികിട്ടി. അതായത് എനിക്ക് മാത്രം മനസ്സിലായില്ലായിരുന്നു. മനസ്സിലാവത്തില്ല. ഞാനിന്ന് രാവിലെ CRPC 125 മാറി വാർത്ത എനിക്ക് പെട്ടെന്ന് കത്തി. ഞാൻ പറഞ്ഞല്ലോ, സന്തോഷ് സാർ എന്ന് പറഞ്ഞൊരു അധ്യാപകനുണ്ട്. അറിയാം, സന്തോഷം അറിയാം. യൂണിവേഴ്സിറ്റി കോളേജ് ഞങ്ങൾ സീനിയറായിട്ട് പഠിച്ചിരുന്നതാണ്. ആണോ? ക്ലാസ് എടുക്കുന്ന ഒരു കിടിലോ കക്ഷിയാണ്. സിൻസിയർ എന്ന് പറഞ്ഞാൽ വർത്താനം കേൾക്കാൻ തന്നെ രസം. അദ്ദേഹമാണ് ഈ ഗാന്ധാരിയമ്മൻ കോവിലിൽ ആയുർവേദ കോളേജിന് താഴെ അദ്ദേഹത്തിൻ്റെ ഒരു സെൻ്ററുണ്ട്, സ്പെഷ്യൽ എന്നാണ് സെൻ്ററിൻ്റെ പേര്. ഇദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ പോയി പഠിച്ചാൽ നിങ്ങൾ LLB പാസ്സായിരിക്കും. ഈവൻ നമ്മുടെ നാട്ടിലെ മജിസ്ട്രേറ്റുമാരും ജില്ലാ ജഡ്ജിമാരും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ പോയി പഠിച്ചാൽ നല്ല മിമിക്രി ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു. ആയിരുന്നോ? ക്ലാസ്സിൽ അദ്ദേഹം മിമിക്രി അവതരിപ്പിക്കാറുണ്ട്. അത്രയ്ക്ക് രസമാണ് ക്ലാസ്. ഇപ്പം അദ്ദേഹം കോടതിയിൽ പോകത്തില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സകല ജില്ലാ ജഡ്ജിമാരും സകല മജിസ്ട്രേറ്റിൻ്റെ സ്റ്റുഡൻസ് ആയിരിക്കും. ഞാനിപ്പോൾ എവിടുന്ന് പഠിച്ചാലും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് പഠിച്ചാൽ ഭയങ്കര രസമാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്. അപ്പം ഞാൻ LLB ഫസ്റ്റ് ക്ലാസ് പാസ്സായത് സന്തോഷ് സാറിൻ്റെ ഒരു പ്രധാന കാരണം. അനിൽ K എന്നാകുമ്പോൾ ഒരു ട്യൂഷൻ ഒരു ഗൈഡുണ്ട്. അത് നമ്മൾ മറക്കാൻ പറ്റത്തില്ല. ചെറുതായിട്ട് എല്ലാം ചെറുതാക്കി തന്നെ അനിൽ K നായരുടെ ഗൈഡും സന്തോഷ് സാറിൻ്റെ ക്ലാസ്സുമാണ് നമ്മളെ പാസ്സാക്കുന്നത്. അപ്പം ഈ സന്തോഷ് സാർ പഠിപ്പിക്കുന്നതൊക്കെ നമുക്ക് ജീവിതകാലത്ത് മറക്കത്തില്ല, മനസ്സിൽ കിടക്കും. അപ്പോൾ ഈ ഷബാനു കേസ് പഠിപ്പിച്ചപ്പോൾ സാർ ഇങ്ങനെ കഥ പറഞ്ഞാണ് പഠിപ്പിക്കുന്നത്. നല്ല കഥാപാത്രം ജെസ്സി എന്ന് പറഞ്ഞ വർക്കലക്കാരി ഒരു സീരിയലൊക്കെ അഭിനയിക്കുന്ന ഒരു പെൺകൊച്ചങ്ങോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവളെ അങ്ങ് നിരന്തരം ആരെങ്കിലും തിരഞ്ഞെടുക്കും. പുള്ളി ഒരു നായകനെ നായികയുണ്ട്. പിന്നെ നമ്മുടെ മൺറോതുരുത്തുകാരൻ ഒരു അഡ്വക്കേറ്റ് ഉണ്ട്. ഇപ്പം അഡ്വക്കേറ്റ് ഷൈൻ മൺറോതുരുത്ത് നമ്മുടെ കേസൊക്കെ ചെയ്തു. അപ്പോൾ അദ്ദേഹം എന്നോട് പഠിച്ചിരുന്ന സോബിൻ്റെ. അപ്പോൾ ഈ ഷൈനിനെ ഇങ്ങനെ ചില ആളുകളെ പുള്ളി സെലക്ട് ചെയ്യും. എല്ലാവരും എന്നെ ഒന്നും പിടിച്ചിട്ടില്ല. ചില ആളുകൾ സെലക്ട് ചെയ്തിട്ട് കഥാപാത്രങ്ങളാണ്. നമ്മൾ ചിരിച്ച് അപ്പോൾ അവൾ നടി അവിടെ ഇങ്ങനെ രസിച്ചാടുകയാണ്. അപ്പോൾ നമ്മുടെ ഷൈൻ വക്കീൽ വരുവാണ്, നായകൻ എന്ന് പറഞ്ഞ നല്ല രസമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് എൻ്റെ മനസ്സിൽ ഈ ഷബാനു കേസിൽ കിടക്കുന്ന ഈ CRPC 125 കിടക്കുന്നത് കാരണം പെട്ടെന്ന് ഞാൻ രാവിലെ അദ്ദേഹത്തെ വിളിച്ചു. ഈ വാർത്ത കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, സാറിപ്പോൾ ക്ലാസ്സിലാണ്, സാർ നേരം വിളക്കും ക്ലാസ് തുടങ്ങും. അപ്പോൾ അദ്ദേഹം ഫോൺ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ക്ലാസ്സിലാണ് വിളിക്കാമെന്ന് പറഞ്ഞു. തിരിച്ചു വിളിച്ചു കഴിഞ്ഞ് അദ്ദേഹം കട്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ക്ലാസ്സിൻ്റെ ഇടയിൽ തന്നെയാണ് വിളിക്കുന്നത്. അദ്ദേഹം അത്ര തിരക്കാൻ മനുഷ്യന്. അദ്ദേഹം പറഞ്ഞു, നല്ല രസമായിട്ടങ്ങ് ട്യൂഷൻ എടുക്കുന്ന പോലെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു എന്താണ് സംഭവിച്ചത്. അപ്പോൾ അവിടെയാണ് ഈ കേസിൻ്റെ പ്രസക്തി നമ്മൾ വേണ്ടതുപോലെ ചർച്ച ചെയ്യാതെ പോകുന്നത്. അതായത് നിങ്ങളോട് ഭാര്യ പറഞ്ഞത് പറയും, കോടതി വിധി എന്താണെന്നാണ് പറയുന്നത്. അല്ല, നേരത്തെ അനുസരിച്ചാണെങ്കിൽ ഈ അന്ന് ഇഷ്യൂ വന്നപ്പോൾ ഈ രാജീവ് സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടാക്കിയൊരു നിയമമുണ്ട്. അതനുസരിച്ചാണെങ്കിൽ ഒരു ലംസം എമൗണ്ട് കൊടുത്ത് അങ്ങ് വിടുകയാണ്. ഓക്കെ, പിന്നെ ഇല്ല ജീവനാംശം, പിന്നെ ഇല്ല. പുതിയ 125 അതനുസരിച്ചാണെങ്കിൽ ജീവിതകാലം മുഴുവൻ ജീവനാംശം കൊടുക്കണം. അങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ CRPC 1800 ഉണ്ടാക്കിയ ആക്റ്റാണ്. CRPCയിലെ സെക്ഷൻ 125 CRPCയുടെ പ്രത്യേകത പലരും മനസ്സിലാക്കാത്ത, CRPC എന്ന് പറയുന്നത് ഒരു നടപടിക്രമങ്ങളുടെ നിയമമാണ്. അതാണിപ്പോൾ മാറിയിട്ട് എനിക്ക് തോന്നുന്നത് ഭാരതീയ നാഗരിക് നിയമസംഹിത എന്നും കൊണ്ടാക്കിയിട്ടുണ്ട്. പുതിയ പേരാണല്ലോ. ഇത് 3 നിയമങ്ങളാണ്. IPC, CRPC, എവിഡൻസ് ആക്ട്. ഈ 3 നിയമം പുതു മാറിയിട്ടുണ്ട്. അപ്പം IPC എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ BNS എന്ന് പറയുന്നത്, ഭാരതീയ നിയമസംഹിത എന്ന് പറയുന്നത്, കുറ്റങ്ങൾ സെക്ഷൻ അനുസരിച്ച് എഴുതി വെച്ചിരിക്കുക. നിങ്ങൾ 302 ആണെങ്കിൽ കൊലപാതകം,
അത്തരത്തിൽ ഓരോ സെക്ഷൻ അനുസരിച്ച് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ശിക്ഷയും പറയുന്നുണ്ട്. കുറ്റവും ശിക്ഷയുമാണ് IPC. ഇപ്പോൾ മാറി BNS. രണ്ടാമത്തേത് CRPC, ക്രിമിനൽ പ്രൊസീജിയർ ആക്റ്റാണ്. പ്രൊസീജിയറാണ്. ഇതെങ്ങനെയാണ് ഈ നടപടിക്രമങ്ങൾ ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരാൾ കൊന്നു എന്ന് പറഞ്ഞാൽ ആ കൊന്നാൽ എന്ത് ചെയ്യണം, കൊന്നെടുത്ത് ഇൻക്വസ്റ്റ് തയ്യാറാക്കേണ്ടത് എങ്ങനെയാണ്, എവിഡൻസ് കളക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ആ രേഖകൾ ശരിയാണ്, ഈ ഒരു ഗൈഡ് ലൈൻസ് ആണ് CRPC. എവിഡൻസ് ആക്ട് എന്ന് പറഞ്ഞാൽ ഈ എവിഡൻസ് എങ്ങനെയാണ് വാലിഡ് ആവുന്നതെന്നുള്ളതാണ്. ഇപ്പം നിങ്ങളും തമ്മിൽ തർക്കമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഞാനും പറയും, നിങ്ങളും രണ്ടും രണ്ടാണ് പറയുന്നത്. അപ്പോൾ അതിന് എവിഡൻസ് ഉണ്ടാവണം, അതിന് വിറ്റ്നസ് ഉണ്ടാവും. വിറ്റ്നസിൻ്റെ വാലിഡിറ്റി എന്താണ്, അല്ലെങ്കിൽ മെഡിക്കൽ എവിഡൻസ് ഉണ്ടോ, ഡോക്യുമെൻ്ററി എവിഡൻസ് ഉണ്ടോ, ഓറൽ എവിഡൻസ് ഉണ്ടോ. ഈ ഓരോ എവിഡൻസിനും വാല്യൂ ഉണ്ട്. അപ്പം ഹിയർസേ പറഞ്ഞു കേൾക്കുകയാണെങ്കിൽ വിലയില്ല. അപ്പോൾ ഒരു കൊലപാതകം നടക്കുന്നു, അപ്പോൾ ആ കൊലപാതകത്തിന് ഒരു തെളിവില്ലെങ്കിൽ മാത്രം സാഹചര്യ തെളിവ് പരിശോധിക്കും. പക്ഷേ ഡോക്യുമെൻ്ററി എവിഡൻസ് ഉണ്ടെങ്കിൽ സാഹചര്യ തെളിവ് പരിശോധിക്കും. അപ്പോൾ നിയമത്തിൽ ഇത് മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ട് എവിഡൻസ് ആക്ടിൽ. അപ്പം ഞാനും രാജ്മോഹനും തമ്മിൽ അടിയുണ്ടായി. രാജ്മോഹൻ എന്നെ തല്ലി, എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ രാജ്മോഹൻ എന്നെ തല്ലി എന്ന് ഞാൻ തെളിയിക്കണമെങ്കിൽ ഒന്ന്, ഞാൻ അപ്പം പരാതി കൊടുത്തിരിക്കണം. രണ്ട്, ഞാൻ മെഡിക്കൽ അഡ്മിറ്റ് ആക്കിയിട്ട് അതിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. ഇതൊന്നും ചെയ്യാതെ നാളെ പോയി രാജ്മോഹനെ തല്ലിന്ന് പറഞ്ഞാൽ തെളിയിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് വണ്ടിപ്പെരിയാറിലെ കേസ് അട്ടിമറിച്ചത്. വണ്ടിപ്പെരിയാറിൽ അവൻ ആ അർജുൻ എന്ന് പറയുന്നവൻ ആ കുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കി എന്നത് കറക്റ്റാണ്. കാരണം അവൻ പെർവേർട്ടാണ്, അവൻ്റെ മൊബൈലിലെല്ലാം ഉണ്ട്. പക്ഷേ ഈ എവിഡൻസ് ഒന്നും ശേഖരിച്ചില്ല. ഈ മൊബൈലിൽ അവൻ്റെ കുഞ്ഞുങ്ങളുടെ അശ്ലീലം ഉണ്ടായിരുന്നു എന്നത് സയൻറ്റിഫിക്കായിട്ട് തെളിയിക്കണമായിരുന്നു. അവൻ ആ കുഞ്ഞ് മരിച്ചു കിടന്ന മുറി, കുഞ്ഞിനെ തൂക്കിയിട്ട് അവൻ അഴിച്ചിട്ടത് മുറി, ആ കട്ടിലിലെ അവൻ്റെ സെമൻ പരിശോധിക്കണമായിരുന്നു, ആ കട്ടിൽ തുണി എടുക്കണമായിരുന്നു. അങ്ങനെ ഒരുപാട് ഇതൊന്നും ചെയ്തില്ല, രക്ഷിക്കപ്പെട്ടില്ല. അതുകൊണ്ടാണ് അവന് വെറുതെ വിട്ടത്. അപ്പം ഈ ആക്റ്റിൽ നമ്മൾ പറഞ്ഞു വരുന്നത്, ഇതിൽ CRPCയുടെ ഒരു പ്രത്യേകത വളരെ രസകരമാണ്. ചില പ്രത്യേക കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് സ്വന്തം നിയമമായി IPCയുടെ സഹായമില്ലാതെ നിലനിൽക്കുന്ന ചില നിയമങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന്, ഇപ്പം നമുക്ക് ആർക്കും അറിയാം, ഈ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റും. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ജില്ലാ കളക്ടറാണ്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞത് തഹസിൽദാരാവാം, അല്ലെങ്കിൽ തഹസിൽദാരാവാം, അല്ലെങ്കിൽ ഡെപ്യൂട്ടി കളക്ടറാവാം, RDO ആവാം. ഇവരാണ്. തഹസിൽദാർ വരത്തില്ല, അതിൻ്റെ മുകളിലാണ്. അപ്പോൾ ഇവർക്ക് ചില അധികാരങ്ങളുണ്ട്, ഈ ജുഡീഷ്യൽ അധികാരങ്ങളുണ്ട്. അപ്പം നമുക്ക് എൻ്റെ വീട്ടിലേക്ക് ഒരു മരം ചാഞ്ഞ് നിൽക്കുന്നെങ്കിൽ ആ മരം വെട്ടിക്കളയൂ ഒന്ന് ഉത്തരവിടാനായിട്ട് ഈ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് അധികാരമുണ്ട്. അപ്പോൾ ഇങ്ങനെ ചില അധികാരം. അതുപോലെ തന്നെ നമ്മുടെ മാലിന്യ പ്രശ്നം, RDO കോടതി ഉണ്ടെന്ന്, അതാണ് RDO കോടതി. ഈ ഇത് വരുന്നത് ഇവർക്ക് ജുഡീഷ്യൽ അധികാരമുണ്ട്. ഈ കളക്ടർ എന്ന തസ്തികയിലിരിക്കും മാത്രമാണ് ഈ ഒരുപാട് അധികാരം. ഒരാളെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം കളക്ടർക്കുണ്ട്, അയാൾ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. അപ്പം ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഇത്തരം അധികാരങ്ങളിൽ ഒന്നാണ് 125 എന്ന് പറയുന്ന CRPC പറയുന്നത്. ഈ 125 അത് പറയുകയാണ്, ആരെങ്കിലും ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു അച്ഛൻ, അയാൾ ഒരു ഭാര്യയെ മൊഴി ചൊല്ലിയാൽ, വിവാഹമോചിതയാക്കിയാൽ, അവർക്ക് വരുമാനമില്ലെങ്കിൽ, അവർക്ക് വരുമാനം ഉണ്ടാവുന്നത് വരെ അവരുടെ ചെലവ് നടത്തണം. മറ്റേ നഷ്ടപരിഹാരമൊക്കെ വേറെ, അത് കോടതി. അതിപ്പോൾ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ അവിടെ നിന്ന് മേടിച്ചെടുക്കുന്നു, നമ്മൾ സ്ത്രീധനം വന്നാൽ കൊടുക്കണം, അങ്ങനെ ഒരു. പക്ഷെ അതല്ലാതെ ഇവർക്ക് ചെലവിന് കൊടുക്കണം, പ്രതിമാസ ചെലവിന് കൊടുക്കണം. ഇനി അത് എത്ര കാലം വരെയാ? ഇവർക്ക് വരുമാനം ഉണ്ടാകുന്നത് വരെയോ അല്ലെങ്കിൽ ഇവർ മറ്റൊരാളെ വിവാഹം കഴിക്കുന്നത് വരെയോ കൊടുക്കണമെന്നായിരുന്നു CRPC 125 എഴുതിയിരുന്നത്. അതുപോലെ മക്കളുണ്ടെങ്കിൽ അവർ പ്രായപൂർത്തിയാകുന്നത് വരെ അവർക്ക് ചെലവിന് കൊടുക്കണം. ഈ മക്കളെന്ന് പറയുന്നത് അവിഹിത ബന്ധത്തിലുണ്ടായ മക്കളായാലും മതി, ലെജിറ്റിമേറ്റ് ഓർ ഇല്ലെജിറ്റിമേറ്റ് ചിൽഡ്രൻ ഉണ്ട്. ഇല്ലെജിറ്റിമേറ്റ് ആണെങ്കിൽ പോലും അവരുടെ അവകാശമാണ്. അത് ഞാൻ പറഞ്ഞ മറ്റേ വിവാഹമോചനം മാത്രമല്ല, ഈ 125 എന്ന വിവാഹമോചനം മാത്രമല്ല, എങ്ങനെ കുഞ്ഞുങ്ങളുണ്ടായാലും ആ കുഞ്ഞുങ്ങൾക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ പണം കൊടുക്കാനുള്ള ബാധ്യത ഈ അച്ഛൻ്റെ മേൽ വെക്കുന്ന നിയമമാണ് 125. ഇത് പലർക്കും അറിയത്തില്ല. അതുപോലെ തന്നെ ഈ കുഞ്ഞ് ഭിന്നശേഷിക്കാരനാണെന്ന് കരുതുക, ജീവിതകാലം മുഴുവൻ കുഞ്ഞിനെ സംരക്ഷിക്കണം, ചെലവിന് കൊടുക്കണം, ജീവിതകാലം മുഴുവൻ. ഇങ്ങനെയുള്ള നിയമമാണ് 125. അപ്പോൾ ഇത് കുഴപ്പമില്ലാതെ പോകുമ്പോൾ നമ്മുടെ മധ്യപ്രദേശിലെ ഇൻഡോറിലുള്ള ഒരു മുഹമ്മദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഒരു കക്ഷി നല്ല വക്കീലാണ്, അവിടുത്തെ പ്രഗത്ഭനായ വക്കീല. കക്ഷി ഒരു കല്യാണം കഴിക്കുന്നു, ഷബാന ബീഗത്തെ കല്യാണം കഴിക്കുന്നു. ഈ ഷബാന ബീഗത്തിനെ കല്യാണം കഴിച്ചു, 5 പിള്ളേരുണ്ടായി. അത് കഴിഞ്ഞൊരു സുന്ദരിയെ കിട്ടി, കല്യാണം കഴിച്ചു, കുഴപ്പമില്ല. 2 പിള്ളേർ അവിടെ മുസ്ലിം നിയമം അനുസരിച്ച് 4 പേരെ കല്യാണം കഴിക്കാം, സുന്നി നിയമം അനുസരിച്ച്.
അങ്ങനെ മുമ്പോട്ട് പോകുന്നു. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ഇവർ ബാധ്യതയാന്ന് തോന്നി ആദ്യത്തെ അവൾ. ഒരു പക്ഷേ അടുത്ത കെട്ടാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം ഇവരെ ഒഴിവാക്കി. തലാക്ക് ചൊല്ലി. അന്ന് തലാക്കാണല്ലോ, തലാക്ക് കഴിഞ്ഞു. വേറെ ഒരു മറ്റേ ഒരു മതപുരോഹിതൻ്റെ സാക്ഷ്യം പോലും വേണ്ട. അപ്പം ഇവർ പുറത്തായി. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം വിവാഹമോചനമായി. ഈ നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യം, അതിലേക്ക് വരാം. അപ്പോൾ ഇവർ വിവാഹമോചനം കിട്ടിയപ്പം ഇവർ കോടതി പോയി. പോയി എനിക്ക് മക്കളുമുണ്ട്, എനിക്ക് വരുമാനമില്ല, എനിക്ക് ഈ CRPC 125 അനുസരിച്ച് ചെലവിന് തരണം എന്ന് പറഞ്ഞു. ഇൻഡോർ കോടതി അവരെത്ര 200 രൂപയും കണ്ട് ചോദിച്ചത്. ഇൻഡോർ കോടതി അവർക്ക് ഏതാണ്ട് 25 രൂപ മാസം അനുവദിച്ചു. അവരത് ഹാപ്പി ആവേണ്ടതാണ്. പക്ഷേ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇയാൾ ഹൈക്കോടതിയിൽ അപ്പീൽ പോയി. ഹൈക്കോടതി എന്തെല്ലാം കണക്കൊക്കെ കൂട്ടിയിട്ട് 179 രൂപ 60 പൈസ കൊടുക്കാൻ ഉത്തരവിട്ടു മാസം. ഇയാൾ സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി അത് ശരിവെച്ചു എന്ന് മാത്രമല്ല, സുപ്രീം കോടതി 2 ജഡ്ജിമാരുടെ ബെഞ്ചാണ്. ഒരു സാധാരണ സുപ്രീം കോടതിയുടെ സിംഗിൾ ബെഞ്ച് എന്ന് പറഞ്ഞാൽ 2 ജഡ്ജിമാരുടെ ബെഞ്ചാണ്. ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ച് എന്ന് പറഞ്ഞ ഒരാളാണെങ്കിൽ സുപ്രീം കോടതിയിൽ ആദ്യം പരിഗണിക്കുന്ന 2 ജഡ്ജിമാരാണ്. സുപ്രീം കോടതി 2 ജഡ്ജിമാരുടെ ബെഞ്ച് പരിഗണിച്ചിട്ട് അവർ പറഞ്ഞു ഇത് വലിയൊരു കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലം. കാരണം ഇയാൾ ഉയർത്തിയ വിഷയം എന്താണെന്ന് വെച്ചാൽ അവിടെയാണ് പ്രശ്നം. നമ്മുടെ നാട്ടിലെ ഒരു ഏകീകൃത സിവിൽ കോഡില്ല. അതെ, ഓരോ സമുദായത്തിനും ഇപ്പം സ്പെഷ്യൽ മാരേജ് ആക്ട് ആർക്കും ബാധകമാണ്. നിങ്ങൾക്കും എനിക്കും മുസ്ലിമിനും ഒക്കെ ബാധകമാണ്. പക്ഷെ നിർബന്ധമില്ല സ്പെഷ്യൽ മാരേജ് ആക്ട് വെച്ച് കല്യാണം കഴിക്കും. സ്പെഷ്യൽ മാരേജ് ആക്ട് വഴിയാണ് വിവാഹം കഴിച്ചെങ്കിൽ ഒരേ നിയമമാണ്. പക്ഷെ നിങ്ങൾ ഹിന്ദു വിവാഹ നിയമം അനുസരിച്ചാണെങ്കിൽ ആ നിയമത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ക്രിസ്ത്യൻ വിവാഹ നിയമം ഇല്ല. അതാണ് പണ്ടൊരു തർക്കം ഉണ്ടായിട്ട് മേരി റോയ് കേസിൽ കോടതി തിരുവിതാംകൂർ ഒരു നിയമമായിരുന്നു, അത് കോടതി റദ്ദ് ചെയ്തു. അത് റദ്ദ് ചെയ്തു. പക്ഷേ മുസ്ലിം നിയമമുണ്ട്, മുസ്ലിം വിവാഹ നിയമമുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ശരീഅത്താണ്. ശരീഅത്തിൻ നിയമത്തിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, മുസ്ലിം സമുദായത്തിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ചാണ് മതപരമായ നിയമമാണ്. ഇപ്പം ഞാൻ പറഞ്ഞു ഇപ്പോഴും ഇപ്പം ഞാൻ പള്ളി വെച്ച് കല്യാണം കഴിച്ചത് വാലിഡാണല്ലോ. നിങ്ങളിപ്പോൾ SNDP വെച്ച് കല്യാണം കഴിച്ചത് വാലിഡാണ്. അപ്പം ഇതുപോലെ തന്നെ ആ മതപരമായ നിയമം മാത്രമായിരുന്നു വിവാഹ സിവിൽ സെറിമണി എന്ന നിലയിൽ ബാധകം. ഇപ്പോഴും അതെ. ഇതിനൊരു ഏകീകൃത സിവിൽ കോഡ് വേണം. എല്ലാ പൗരന്മാരും വിവാഹം കഴിക്കുന്നതിനും മരിക്കുമ്പോൾ സംഭവിക്കുന്നതൊക്കെ ഒരുപോലാണോ ഇപ്പോൾ ഒരു വാദം വരുന്നത്. അപ്പോൾ ഈ മുസ്ലിം നിയമം അനുസരിച്ച്, ശരീഅത്ത് നിയമം അനുസരിച്ച്, മുസ്ലിം നിയമം അനുസരിച്ച് ഒരു സ്ത്രീയെ നിങ്ങൾ മൊഴി ചൊല്ലാൻ നിങ്ങൾക്ക് തലാക്ക് പറഞ്ഞ് മൊഴിയല്ല. മൊഴി ചൊല്ലിയാൽ 3 ലൂണാർ മന്ത്, 3 മാസം, ലൂണാർ മന്ത് എന്നാണല്ലോ മുസ്ലിം നിയമത്തിൽ പറയുന്നത്. 3 ലൂണാർ മന്ത് ഇവർക്ക് ചെലവിന് കൊടുത്താൽ മതി. 3 മാസത്തിൽ ചെലവിന് കൊടുത്താൽ മതി. എന്ന് മാത്രമല്ല കുട്ടികളുടെ ചെലവ് 2 കൊല്ലം പരമാവധി. ഇതാണ് നിയമം. അപ്പോൾ ലംസം എമൗണ്ട് കൊടുക്കേണ്ടതില്ല. ലംസം അതിനെക്കുറിച്ച് പറയും. ഇത് മെയിൻ്റനൻസ് മാത്രം. അപ്പം ഇയാൾ ഈ വാദം ഉന്നയിച്ചു, ഞാൻ മുസ്ലിമാണ്, എനിക്ക് ബാധകം മുസ്ലിം നിയമമാണ്, ഇത് എനിക്ക് ബാധകമല്ല. അപ്പോൾ സുപ്രീം കോടതി കേസ് കൈകാര്യം ചെയ്ത വക്കീൽ പറഞ്ഞു ഇത് കോംപ്ലിക്കേറ്റഡ് പ്രശ്നമാണ്. ജഡ്ജ് പറഞ്ഞു ഇത് ഭരണഘടനാ ബെഞ്ചിന് വിടാൻ പറഞ്ഞു. അന്ന് നമ്മുടെ ഇപ്പോഴത്തെ ചന്ദ്രചൂഡിൻ്റെ പിതാവായ വൈബി ചന്ദ്രചൂഡാണ് ചീഫ് ജസ്റ്റിസ്. ദീർഘകാലം ഇരുന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബെഞ്ച് 5 അംഗ ഭരണഘടനാ ബെഞ്ച് കേസ് പരിഗണിച്ചു. 85-ൽ വിധി പ്രഖ്യാപിച്ചു. ആ ബെഞ്ചിലെ വിധി അനുസരിച്ച്, അതാണ് ഷബാനു കേസ് എന്ന് അറിയപ്പെടുന്നത്, മുഹമ്മദ് അഹമ്മദ് വേഴ്സസ് ഷബാനു എന്നുള്ള കേസാണ്. അതിൽ ഈ ഹൈക്കോടതി വിധി ശരിവെച്ചു. എന്നിട്ട് വളരെ ശക്തമായ ഒരുപാട് പരാമർശങ്ങൾ നടത്തി. വളരെ കൃത്യമായിട്ട് കോടതി പറഞ്ഞു ഈ എല്ലാ മനുഷ്യർക്കുമുള്ള നിയമമാണ് CRPC 125. അതിനകത്ത് മതമില്ല. ഇറ്റ്സ് എ സെക്യുലർ സെക്ഷൻ. അതുകൊണ്ട് ഒരു തരത്തിലും മതത്തിൻ്റെ പേരിൽ ഒരാളുടെ മേൽ വിവേചനം ഉണ്ടാകും. അത് ആർട്ടിക്കിൾ 14(1), അതായത് എല്ലാവരും ആരും ഒന്നിൻ്റെയും പേരിൽ വിവേചനം ഉണ്ടാക്കരുതെന്നുള്ളതിന് ലംഘനമാണ്, മൗലികാവകാശ ലംഘനമാണ്. അതുകൊണ്ട് എല്ലാ സ്ത്രീകൾക്കും, മുസ്ലിം സ്ത്രീകൾ അടക്കമുള്ളവർക്ക് തുല്യാവകാശമുണ്ട്, മെയിൻ്റനൻസ് കൊടുക്കണം എന്ന് മാത്രമല്ല കോടതി ഒരു കാര്യം കൂടെ പറഞ്ഞു. ഇത് വരുമ്പോഴാണ് എന്തുകൊണ്ട് ആർട്ടിക്കിൾ 44, അതായത് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കാൻ സർക്കാർ മടി കാണിക്കുന്നു എന്ന് തോന്നുന്നു, അടിയന്തരമായി നടപ്പിലാക്കാൻ ആലോചിക്കണമെന്ന് പറഞ്ഞു അന്ന്. അപ്പോഴത്തേക്കും മുസ്ലിം പേഴ്സണൽ ബോർഡ് അടക്കം, മുസ്ലിം ലീഗ് അടക്കം, അന്ന് ഇബ്രാഹിം സുലൈമാൻ സേട്ടും ബെന്നത്താലെയൊക്കെ അതിശക്തമായ രീതിയിൽ EMSനെതിരെ ഒരു മുദ്രാവാക്യം, EMS 1 കെട്ടും 10 കെട്ടും EMSന്റെ അന്നാണ് EMS ഏകീകൃത സിവിൽ കോഡിന് അനുകൂലമായിരുന്നു, സുശീല ഗോപാലിന് അനുകൂലമായിരുന്നു. ഇപ്പൊ അവരെ തിരിച്ചായി. അപ്പം അന്ന് ഇതിനെ സ്വാഗതം ചെയ്തത് കൊണ്ടാണ് EMSന്റെ ഓളെ കെട്ടുമെന്ന് ലീഗ് മുദ്രാവാക്യം വിളിച്ചത്. അപ്പോൾ ഇത് വലിയ വിവാദമായി.
വലിയ ചർച്ചയായി, പ്രകടനങ്ങളായി, പ്രതിഷേധങ്ങളായി. അവസാനം രാജീവ് ഗാന്ധിക്ക് എന്ന് 404 സീറ്റ്, 414 സീറ്റുണ്ട്. അവർ വളരെ വിചിത്രമായൊരു നിയമം കൊണ്ടുവന്നു നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി. ആ നിയമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് മുസ്ലിം വുമൻസ് ഡിവോഴ്സ് റൈറ്റ് എന്നാണ്. അത് കേൾക്കുമ്പോൾ വിവാഹമോചിതയാകാൻ പോകുന്ന മുസ്ലിം സ്ത്രീകളുടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിയമം എന്ന് പറഞ്ഞ നിയമം കൊണ്ടുവന്നു. പോസിറ്റീവാണ് പേര്. പക്ഷെ നിയമത്തിൻ്റെ മറ്റേ സാധനങ്ങൾ, അതായത് 3 മാസം കൊടുത്താൽ മതി നാട്ടുകാരം, പിള്ളേർ 2 കൊല്ലം കഴിഞ്ഞാൽ മതി പറഞ്ഞ് ഇത് കൊണ്ടുവന്നു. അപ്പോൾ എന്ത് ചെയ്തു? ഫലത്തിൽ സുപ്രീം കോടതിയുടെ വിധിക്ക് ബദലായി കൊണ്ടുവന്നു. പക്ഷെ സുപ്രീം കോടതിയുടെ വിധി നിലനിൽക്കുവാണ്. ഈ വിധി ഡിവോഴ്സിനെ കുറിച്ചുള്ള വിധിയാണ്. അതെ. പക്ഷെ ഇത് തമ്മിലുള്ള ഒരു ക്ലാഷിനെ കുറിച്ച് പിന്നെ ചർച്ചയുണ്ടായില്ല. സമരങ്ങൾ കഴിഞ്ഞ് മുമ്പോട്ട് വരിക്കുമ്പോഴാണ് ഇതേ ആവശ്യം കൊണ്ട് ഇപ്പോൾ തെലുങ്കാനക്കാരിയായ ഒരു സ്ത്രീ കൊണ്ട് കേസ് കൊടുക്കുന്നു. അവർക്ക് 20,000 രൂപ നഷ്ടപരിഹാരം കൊടുക്കാനായിട്ട് കോടതി വിധിക്കുന്നു. ഹൈക്കോടതി ആ 20,000 രൂപ കൊടുക്കാനുള്ള ശരിവയ്ക്കുന്നു. അതേപോലെ തന്നെ സുപ്രീം കോടതിയിലെത്തുന്നു. സുപ്രീം കോടതി ജസ്റ്റിസ് നാഗരത്നവും ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മായ്സ്, ഞാൻ ആദ്യമായിട്ട് കേൾക്കേണ്ട പേര്, നമ്മളൊന്നും കേട്ടിട്ടില്ല, ഒരു ക്രിസ്ത്യൻ പേരാണ്, പക്ഷെ മോസി എന്നും കണ്ടാണ് അവസാനത്തെ പേര്, നോർത്ത് ഈസ്റ്റിലുള്ള ആളായിരിക്കണം. ഈ ബെഞ്ച് 2 പേരും വ്യത്യസ്തമായ വിധി എഴുതി. പക്ഷെ 2 പേരും ഒരേ കാര്യം പറഞ്ഞു. ഒരാൾ ഇച്ചിരി സ്ട്രോങ് ആയിട്ട് പറഞ്ഞു, നാഗരത്ന കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു, മറ്റേ പുള്ളി കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു. 2 ജഡ്ജിമാർ ഇവർ പറഞ്ഞു, ആളെ വിചിത്രമായ വസ്തുതയാണ്, ഇവർ വിധിയിൽ പറഞ്ഞു CRPC 125 സുപ്രീം കോടതി റദ്ദ് ചെയ്തിട്ടില്ല, അത് നിലവിലുണ്ട്, അതവിടെ ഉണ്ട്. അത് സുപ്രീം കോടതിയുടെ ഫൈനൽ വിധി അനുസരിച്ച് അത് എല്ലാവർക്കും ബാധകമാണ്. പുതിയ നിയമം കൊണ്ടുവന്നല്ലോ 86-ൽ. ഈ നിയമം CRPC 125 മുസ്ലിങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ പറയണം CRPC 125 മുസ്ലിം സ്ത്രീകൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞിട്ടില്ല. രണ്ടും നിൽക്കുവാണ്. അപ്പം മുസ്ലിം സ്ത്രീകളുടെ അവകാശം വളരെ രസമായിട്ട് ജസ്റ്റിസ് നാഗരത്ന എഴുതിയിട്ടുണ്ട്, ഞാൻ വായിച്ചു. മുസ്ലിം സ്ത്രീകളുടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി ഒരു നിയമം കൂടുതൽ വരുന്നതോ അവർക്ക് കൂടുതൽ അവകാശം കൊടുക്കുന്നതൊക്കെ നല്ല കാര്യമാണ്. നമ്മൾ അതിനൊന്നും എതിരല്ല. ആ അവകാശവും അവർക്ക് കിട്ടണം. പക്ഷേ അതിൻ്റെ പേരിൽ നിലവിലുള്ള മറ്റൊരു അവകാശം എടുത്ത് കളയാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഇന്നലത്തെ സുപ്രീം കോടതി വിധി അനുസരിച്ച് പഴയതിനേക്കാൾ പുലിവാലാണ്. 125 ആനുകൂല്യം കിട്ടുകയും ചെയ്യും, ഈ 86-ലെ നിയമത്തിന് ആനുകൂല്യവും കിട്ടും. രണ്ടും കൊടുക്കേണ്ടി വരും. കൊടുക്കേണ്ടി വരും, മാസത്തിൽ കൊടുക്കേണ്ടി വരും. ഇത് ഗൗരവമേറിയ വിഷയമാണ്. ഇത് ഈ സത്യത്തിൽ അതായത് ഇന്നലത്തെ സുപ്രീം കോടതി വിധി അനുസരിച്ച് ഇനി ഇതിനെതിരെ ആര് പോകണം? ഈ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അടക്കമുള്ളവർ മേൽക്കോടതിയിൽ പോകണം. വീണ്ടും ഭരണഘടനാ ബെഞ്ചിലേക്ക് തർക്കമായിട്ട് പോകണം. കാരണം താഴത്തെ കോടതി സുപ്രീം കോടതിയുടെ ഫസ്റ്റ് ബെഞ്ചാണല്ലോ വിധിച്ചിരിക്കുന്നത്. ഡിവിഷൻ ബെഞ്ചിൽ പോകാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ ഭരണഘടനാ ബെഞ്ചിനോട്. എന്തായാലും അന്നത്തെ അതേ സാഹചര്യം ഇപ്പോൾ രൂപപ്പെടുക. അതായത് ഈ അന്നത്തെ അതേ സാഹചര്യം വീണ്ടും രാഷ്ട്രീയ സ്ഥിതി ഇന്ന് വീണ്ടും വന്നു. അതേസമയം രാഷ്ട്രീയ സ്ഥിതി അന്നല്ല. അന്ന് ഭരിച്ചിരുന്നത് രാഹുൽ ഗാന്ധിയും രാജീവ് ഗാന്ധിയും കോൺഗ്രസുമാണ്. ഇന്ന് ഭരിക്കുന്നത് മോദിയാണ്. ഇത് വലിയ വ്യത്യാസമാണ്. അന്ന് ട്രിപ്പിൾ തലാഖ് ഉണ്ട്, ഇന്ന് ട്രിപ്പിൾ തലാഖ് ഇല്ല. അപ്പോൾ കുറച്ചുകൂടി സാഹചര്യമായി. അന്ന് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഇച്ഛാശക്തിയുള്ള സർക്കാരല്ല, ഇന്ന് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുന്ന സർക്കാരാണ്. അപ്പോൾ രാഷ്ട്രീയ അന്തരീക്ഷം ടോട്ടൽ ഡിഫറൻറ്റ്. അല്ല, മാത്രമല്ല അന്ന് ഇത് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാക്കിയത് രാജീവ് ഗാന്ധി. നമ്മുടെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പാർട്ടി വിട്ടു മന്ത്രിസഭയെ രാജിവെക്കാനൊക്കെ തന്നെ കാരണം ഇതായിരുന്നല്ലോ. ആരിഫ് മുഹമ്മദ് ഖാൻ രാജിവെച്ചത് രാജീവ് ഗാന്ധിയുടെ അടുത്ത സുഹൃത്തായിരുന്നു. അതെ, ഏറ്റവും വിശ്വസ്തരായ ഒരു സംഘത്തിൽപ്പെട്ടാണ് അരുൺ നെഹ്റു, അരുൺ സിംഗ്, ആരിഫ് മുഹമ്മദ് ഖാൻ, അങ്ങനെ ഒരു ചെറിയ 3-4 പേര്. ഈ നിയമത്തിൻ്റെ പേരിലാണ്, അതായത് ഈ മുസ്ലിം സ്ത്രീകളുടെ അവകാശം മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റുകളുടെ വാദത്തിന് കീഴടങ്ങിക്കൊണ്ട് നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. രാജീവ് ഗാന്ധി ശരിക്കും അതിൻ്റെ രാഷ്ട്രീയ പരിചയക്കുറവായിരിക്കും ഒരു പക്ഷേ ഇതിലൊക്കെ വഴിതെളിച്ച് എത്തിച്ചത്. അതായത് നമ്മൾ എക്കാലത്തും മനസ്സിലാക്കേണ്ടത്, ഒരു ലെഫ്റ്റ് ഇസ്ലാമിക് ഒരു ലോബി ലോകത്തെല്ലായിടത്തും പവർഫുള്ളാണ്. അവരാണ് ജൂത ലോബി എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. അവർ പറയും ഒരു ജൂത ലോബിയാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് മാധ്യമങ്ങളിലും. പക്ഷേ യഥാർത്ഥത്തിൽ അതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ഒരു ലോബി എന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് ഇസ്ലാമിക് ലോബി. അപ്പം ജോർജ് സോറൻ, അമേരിക്കയിലെ വ്യവസായ ജോർജ് സോറൻ, ഈ ജോർജ് സോറൻ ഈ ലെഫ്റ്റ് ഇസ്ലാമിക് ലോബിയുടെ ആളാണ്. അപ്പോൾ ഈ ലെഫ്റ്റ് ഇസ്ലാമിക് ലോബി, അപ്പം ഈ ഡെമോക്രാറ്റിക് പാർട്ടി, ലേബർ പാർട്ടി, ബ്രിട്ടനിലെ ലേബർ പാർട്ടി, അമേരിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടി, നമ്മുടെ ഇവിടെ കോൺഗ്രസ് പാർട്ടി, ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഈ ലെഫ്റ്റ് ഇസ്ലാമിക് ലോബിയുമായി കണക്ട് ചെയ്തിരിക്കുന്നതാണ്.
അപ്പോൾ ഈ ലെഫ്റ്റ് ഇസ്ലാമിക് ലോബി ഒരിക്കലും ഇത്തരം അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന, അവർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ആശയമാണ് പുരോഗമനവാദം അല്ലെങ്കിൽ ഫെമിനിസം അല്ലെങ്കിൽ എന്താണ് പറയുക മതേതരത്വം എന്നൊക്കെ പറഞ്ഞ സാധനത്തിന് അവരൊരു ഡെഫിനേഷനുണ്ട്. ആ ഡെഫിനേഷൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഇവർ കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയും ആ ഒരു സ്വാധീനം രാജീവ് ഗാന്ധിയെ ബാധിച്ചു. തീർച്ചയായും. മാത്രമല്ല അത് ബി ജെ പി ഗുണം ചെയ്തു. 89-ൽ 84 2 സീറ്റ് ഉണ്ടായിരുന്ന ബി ജെ പിക്ക് 89 ലക്ഷം നടക്കുമ്പോൾ 88 സീറ്റായി. അതാണ് ഇപ്പം വീണ്ടും ചർച്ചയാവുന്നു. അതെ, വീണ്ടും ചർച്ചയാവുന്നു, വീണ്ടും അത് പുലിവാലാകുന്നു. ഇത് എൻ്റെ പ്രശ്നം. നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യണ്ട എന്ന് നമ്മുടെ ചാനലുകളും പത്രങ്ങളും ഒരുമിച്ചങ്ങ് തീരുമാനിച്ചു. അത് മനുഷ്യ മനസ്സിലാത്ത രീതിയിൽ ചെറിയ വാർത്ത നിങ്ങൾ ആലോചിക്കുക, ഇത്രയും സുപ്രധാനമായ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ യാതൊരു പ്രാധാന്യവുമില്ലാതെ ഇങ്ങനൊരു വിഷയമുണ്ടെന്ന് പോലും ബോധിപ്പിക്കാത്ത തരത്തിൽ വെറുതെ ഒരു വാർത്ത കിട്ടാനും CRPC 125 മുസ്ലിം സ്ത്രീകൾക്കും ബാധകമാണ്. അതൊന്ന് അങ്ങനെ ചിലയിടത്ത് മുസ്ലിം സ്ത്രീകൾക്കും വിവാഹമോചനം കഴിയുമ്പോൾ നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട്. എങ്ങനെയൊന്നുമില്ല. അല്ല, ഇത് നമ്മളപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യം. ഞാനിത് കണ്ടപ്പോൾ ചോദിച്ചു, അതിനിപ്പോൾ മുസ്ലിം സ്ത്രീകൾക്ക് ഇതൊരു അവകാശം ഇല്ലായിരുന്നോ? ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന എൻ്റെ ഭാരതം തുല്യതയെ വിശ്വസിക്കുന്ന ഭാരതം. അപ്പം മുസ്ലിം സ്ത്രീകൾക്ക് അവകാശം ഇല്ലേ? ആകെ ആശയക്കുഴപ്പം. എന്നെ പോലെ ലോ പഠിച്ച ഒരു മാധ്യമ പ്രവർത്തകന് ആശയക്കുഴപ്പം ഉണ്ടെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്താണ്? എനിക്ക് മനസ്സിലായാലും പത്രം വായിച്ചിട്ടുണ്ട്. സിംഗിൾ കോളം മാത്രമാണ് പലതിലും വന്നിട്ടുള്ളത്. സാധാരണഗതിക്ക് ഒരു ചെറിയ വാർത്ത വന്നാൽ സൈഡ് സ്റ്റോറി ആയിട്ട് വരണ്ടേ? ഇംപ്ലിക്കേഷൻസ് മാത്രമല്ല, ഷബാനു കേസിനെ കുറിച്ച് പറയണ്ടേ? ഒരു വരി ഇന്ന് ഞാൻ വായിച്ച ഒരു പത്രത്തിലും ഷബാനു കേസിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് ഒരു വാർത്തയിലും ഇല്ല. എല്ലായിടത്തും വാർത്തയുണ്ടോ ചോദിച്ചോളൂ. പക്ഷേ ഷബാനു കേസിന്റെ അതേസമയം ഇംഗ്ലീഷ് പത്രങ്ങളിൽ മുഴുവൻ വലിയ വാർത്തയാണ്. ഇപ്പം ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യയും ഇന്ത്യൻ എക്സ്പ്രസും ഇന്ത്യ ടുഡേക്ക് എടുത്ത് നോക്കി, വിശാലമായ സ്റ്റോറികളാണ്. നമ്മൾ ബോധപൂർവം ഷബാനുവിൻ്റെ പേരും വിട്ടു, ഷബാന കേസിലേക്ക് ചർച്ചയും പോകണ്ട. അതുകൊണ്ട് ഇന്നലെ ഏതെങ്കിലും ചാനൽ ചർച്ച ചെയ്തില്ല? ഇന്നലെ ചർച്ച ചെയ്തില്ല. ഇന്നലെ അതാണ് ചർച്ച ചെയ്യേണ്ടത്. കാരണം പത്രക്കാർക്ക് പോലും പിടിയിട്ടില്ല ഈ ഷബാനു കേസോട് കണക്ഷൻ ഉണ്ടെന്ന്. ഷബാനു കേസിനെ കുറിച്ചുള്ള ബന്ധം എല്ലാവരും ബോധപൂർവ്വം വിസ്മരിക്കാൻ ശ്രമിച്ചു. ഇത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന, വരും ദിവസങ്ങളിൽ നിയമനിർമ്മാണം അടക്കമുള്ള വിഷയങ്ങൾ വേണമെന്ന് പറഞ്ഞ് ബഹളം വെക്കാൻ പോകുന്ന വലിയ ചർച്ചകൾക്ക് കാരണമാകുന്ന കേസാണ് ആവാതിരിക്കാൻ അവർ ശ്രമിച്ചു. മാത്രമല്ല പ്രധാനപ്പെട്ട ചാനലുകൾക്ക് പത്രങ്ങൾക്കെല്ലാം കോടതി ലേഖകന്മാരുള്ളതാണല്ലോ. അവർ ഇക്കാര്യത്തിൽ വിദഗ്ധന്മാരായിരിക്കുമല്ലോ. രാജ്മോഹൻ, ഇതിൻ്റെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇപ്പം സൗമ്യ എന്ന് പറഞ്ഞൊരു പെങ്കൊച്ച് ഇസ്രയേലിൽ വെച്ച് കൊല്ലപ്പെടുന്നു. ആക്രമണത്തിൽ, ഹമാസിൻ്റെ റോക്കറ്റ് ആക്രമണത്തിലാണോ കൊല്ലപ്പെടുന്നത്. അപ്പം ഈ കേരളത്തിൽ നിന്നും ഉപജീവനമാർഗം തേടി പോയ ഒരു പെണ്ണ്, ഒരു നഴ്സ്, കെയറർ, അവൾ കൊല്ലപ്പെട്ട വലിയ വാർത്തയാണ്. സ്വാഭാവികം അവളോട് നമുക്കൊരു സഹതാപം ഉണ്ടാവും. പക്ഷെ നമ്മുടെ നാട്ടിൽ എന്താ സംഭവിച്ചത്? ആ വാർത്തയേ അല്ലായിരുന്നു. അവളുടെ ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് നമ്മൾ വാർത്ത കൊടുത്തില്ല. ബോഡി വന്ന് പറയും MLA പോലും പോയില്ല. നഷ്ടപരിഹാരം എവിടെ? കുവൈറ്റിൽ തീ പിടിച്ച് മരിച്ചപ്പോൾ സർക്കാർ അടക്കം എല്ലാവരും കൊടുത്തു. ഒരു നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറായില്ല. എന്ന് മാത്രമല്ല, സൗമ്യയുടെ ബന്ധുക്കളെയും പച്ചത്തെറി വിളിച്ചു നമ്മുടെ നാട്ടുകാരെ. അന്ന് ഉമ്മൻചാണ്ടിയും മാനസി കാപ്പനും സൗമ്യയ്ക്ക് അനുശോചനം അറിയിച്ചു. ഹമാസ് തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അവസാനം അവർക്ക് പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നു. ഹമാസ് തീവ്രവാദി എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ നാട്ടിലെ ഒരു മൈൻഡ് സെറ്റപ്പ് എന്ന് പറയുന്നത് ഹമാസിനെ തീവ്രവാദം വിളിക്കാൻ പാടില്ല. നമ്മുടെ അല്ലെങ്കിൽ ഫലസ്തീനെ എന്തിനാണ് ഹമാസ് ഇസ്രായേലിൽ കൊന്നതെന്ന് ചോദിക്കാൻ പാടില്ല. ഇസ്രായേലുകൾക്ക് സ്വയം പ്രതിരോധം വേണമെന്ന് പറയാൻ പാടില്ല. ഈ ഒരു മൈൻഡ് സെറ്റപ്പ് ഉണ്ട്. ഈ മൈൻഡ് സെറ്റപ്പിൻ്റെ തുടർച്ചയാണിതും. അപ്പോൾ ഇവിടെ ഇസ്ലാമിക വിവാഹ നിയമം എല്ലാ മുസ്ലിമിനും ബാധകമാണ്. അത് ഏകീകൃത സിവിൽ കോഡിലൂടെ പോലും മാറ്റാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന കാലത്ത് ഒരു കോടതി പറയുകയാണ്, സുപ്രീം കോടതി പറയുകയാണ്, ഈ CRPC 125 എല്ലാവർക്കും ബാധകമാണ്, മുസ്ലിമുകൾക്ക് ബാധകമാണെന്ന് പറഞ്ഞാൽ അത് മത അവകാശം. അവർ പറഞ്ഞ ആർട്ടിക്കിൾ 25 വന്ന് എനിക്ക് തോന്നുന്നു. ആർട്ടിക്കിൾ 25 അനുസരിച്ച് ഏത് മതവും ഏത് വിശ്വാസവും ഇന്ത്യൻ ഭരണഘടന തിരഞ്ഞെടുക്കാം. അതിനെതിരാണെന്നാണ് അവർ വാദിക്കുന്നത്. ഏത് മതവും ഏത് വിശ്വാസവും തിരഞ്ഞെടുക്കാം. പക്ഷേ സിവിൽ നിയമം എന്ന് ഓർക്കണം. ഏത് പള്ളിയിൽ പോകുന്നതിനോ ഏത് ദൈവത്തെ ആരാധിക്കുന്നതിനോ ദൈവത്തെ നിഷേധിക്കുന്നതിനോ ഒന്നും ലംഘനമില്ല. വിശ്വസിക്കുന്നതിന് വിശ്വസിക്കാം. പക്ഷേ ആ വിശ്വാസത്തിൻ്റെ പുറത്ത് ഒരു വ്യക്തിയുടെ മൗലികാവകാശം, അതായത് രാജ്യത്തെ നിയമം എല്ലാവർക്കും ബാധകമാവണ്ടേ. ഞാൻ എൻ്റെ ഭാര്യയെ വിവാഹമോചനം നടത്തിയാൽ ഞാൻ അവൾക്ക് കൊടുക്കേണ്ട ചില ബാധ്യതകളുണ്ട്. അവൾക്ക് മെയിൻ്റനൻസ് കൊടുക്കണം, നഷ്ടപരിഹാരം. മാത്രമല്ല ഈ മെയിൻ്റനൻസ് പ്രത്യേകത കൊണ്ട് ഇതെല്ലാം ഈ നിയമങ്ങളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ
എപ്പോഴും രസം അതാണ്. ആ. നിയമങ്ങളുടെ പ്രശ്നം വെച്ചാൽ നിയമങ്ങൾ ഒരു പാരഗ്രാഫേ കാണത്തുള്ളൂ, ഒരു സെക്ഷൻ ഒരു 3 വരിയോ 4 വരിയോ കാണത്തുള്ളൂ. ഈ 3 വരിയെ വ്യാഖ്യാനിച്ച് എങ്ങനെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നു എന്നിടത്താണ് വക്കീലിൻ്റെ വിജയം. അപ്പോൾ കോടതിയുടെ മുമ്പിൽ ഒരു സെക്ഷൻ 125ൽ 3 വാക്കുണ്ട്. ഈ മൂന്ന് സെൻറ്റൻസിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദിച്ചിട്ട് കോടതി ഏതാണോ കൂടുതൽ വിശ്വാസം തോന്നുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ആർട്ടിക്കിളിനെ കുറിച്ച് പറയുമ്പോൾ, നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പറയുമ്പം ഇത്തരം തർക്കം ഉണ്ടാവും. അതിന് വളരെ കുറച്ച് വാക്കുകളേ ഉള്ളൂ. തർക്കം അങ്ങ് മൂത്ത് കഴിയുമ്പോൾ കോടതിക്ക് സംശയമാവും യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിച്ചത്, അതിനെന്താ വഴിയെന്നറിയാവോ? അപ്പം നേരെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് പോകും. അതായത് ഭരണഘടന നിർമ്മിക്കുന്ന സമയത്ത് ഒരു ഭരണഘടനാ നിർമ്മാണ സഭയുണ്ടല്ലോ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. അപ്പോൾ ഇതിലെ ഓരോ ആർട്ടിക്കിളും അവിടെ പല ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പം എതിരും അനുകൂലിച്ചും ചർച്ചകൾ വരും. ഈ ചർച്ചകളിൽ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടൊരു സമായം ഉണ്ടാവും. അതെ. അപ്പം കോടതിയിൽ ഇങ്ങനൊരു തർക്കമുണ്ടായാൽ നേരെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ, അതായത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചയിൽ പോയിട്ട് അവിടുത്തെ ചർച്ച എന്തായിരുന്നു, ആ ചർച്ചയിൽ അവരെത്തിയിരിക്കുന്ന നിഗമനം എന്താണ്, ആ നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആർട്ടിക്കിൾ വന്നത് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടിസ്ഥാനത്തെ വിധി പറയുന്നത്. അത്ര സൂക്ഷ്മതയോടെയാണ് പലരും വരുന്ന പോലെ ഒരു ജഡ്ജ് അവിടെ കുത്തിയിരുന്നിട്ട് അല്ലല്ല, ഒരിക്കലും അല്ല, അത്ര സൂക്ഷ്മതയോടെ. അപ്പം ഇവിടെയും ഈ നിയമം വ്യാഖ്യാനിച്ച് എത്തപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? പല വിധികളുണ്ടായി, നഷ്ടപരിഹാരം കൊടുത്തു. സുപ്രീം കോടതി ഒരു വിധിയിൽ ഒരു വലിയ വാദം ഉയർന്നു, സുപ്രീം കോടതി അംഗീകരിച്ചു. ഇപ്പം അംബാനി, നിത അംബാനിയെ മുകേഷ് അംബാനി ഡിവോഴ്സ് ചെയ്യുമെന്ന് കരുതുക. നിത അംബാനിക്ക് ഒരു തൊഴിലുമില്ല, ഒരു ജോലിയുമില്ല, കാരണം എല്ലാം അംബാനിയുടെ ആണല്ലോ. അതെ. അപ്പോൾ കംപ്ലീറ്റ് പോകുമ്പോൾ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുമ്പോൾ ഈ മെയിൻ്റനൻസ് എന്ന് പറയുന്ന സാധനത്തിലേക്ക് 125 വരുമ്പോൾ അവർ 125 അനുസരിച്ച് കേസ് കൊടുത്താൽ പരിഗണിക്കുന്നത് വിവാഹ ജീവിതകാലത്തെ അവർ എങ്ങനെ ജീവിച്ചിരുന്നുവോ അങ്ങനെ ജീവിക്കാനുള്ള സൗകര്യമാണ് ചെയ്തു കൊടുക്കുന്നത്. ആ നിലവാരത്തിൽ ജീവിക്കണം. അതായത് ഷാജൻസ്കറിയെ ഡിവോഴ്സ് ചെയ്യുന്നതോ രാജ്മോഹൻ ഡിവോഴ്സ് ചെയ്യുന്ന പോലെ അല്ല അംബാനി ഡിവോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വ്യാഖ്യാനത്തിൽ എത്തപ്പെട്ടിരിക്കുന്ന അവസ്ഥ, വ്യാഖ്യാനമാണ്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ കുഴപ്പങ്ങൾ. അപ്പം സമ്പന്നരെയാണ് ഇത് ബാധിക്കുന്നത്. നമ്മളീ പാവങ്ങൾ പലരും ഡിവോഴ്സ് എത്തുമ്പം രണ്ടുപേരുടെ കയ്യിലൊന്നും കാണത്തില്ല. രണ്ടുപേരും ഇത് കഴിഞ്ഞിട്ട് ഈച്ച പിടിച്ചോണ്ടിരിക്കേണ്ടി വരും. കുറെ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഒരുമിച്ച് താമസിക്കത്തില്ല, ഒരുപാട് താമസിക്കും. അപ്പോൾ സമ്പന്നരെ ബാധിക്കുന്ന വിഷയമാണ്. പലപ്പോഴും നമ്മളിപ്പം സംവരണത്തിൻ്റെ കാര്യം ഉണ്ടാകുന്നു, ഞാൻ സംവരണത്തെ അനുകൂലിക്കുന്ന ആളാണ്. പക്ഷെ ക്രിമിലെയറിൻ്റെ കാര്യത്തിൽ എനിക്കത് വേണം, ക്രിമിലെയർ നടപ്പിലാക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇതിൻ്റെ കാര്യം എന്താണ്? വെള്ളാപ്പള്ളി നടേശന് മക്കൾക്ക് സംവരണത്തിന് ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ പലപ്പോഴും നമ്മുടെ നിയമം അനുസരിച്ച് വെള്ളാപ്പള്ളിയുടെ മക്കൾക്ക് സംവരണം കിട്ടും. അതേസമയം നമ്മുടെ ദിലീപിൻ്റെ മക്കൾക്ക് കിട്ടത്തില്ല. ഇപ്പം സാമ്പത്തിക സംവരണം വന്നിട്ടുണ്ട്, അതുവരെ കിട്ടത്തില്ല. അങ്ങനെ പക്ഷേ സാമ്പത്തിക സംവരണം വന്നപ്പോൾ ഇതെല്ലാം അട്ടിമറിക്കും, അത് വേറെ കാര്യം. അപ്പം ഇതുപോലെ തന്നെയാണ് ഈ CRPC 125 നിയമം കൊണ്ടുവന്നിരിക്കുന്ന പാവപ്പെട്ടവന് നഷ്ടപരിഹാരം കൊടുക്കാനാണ്. പക്ഷേ ഇത് എഫക്റ്റീവ്ലി ബാധിക്കുന്നത് സമ്പന്നനെയാണ്. അപ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞ ഈ ഗൗരവമേറിയ വിഷയം കേരളം ചർച്ച ചെയ്യരുത് എന്ന് ആർക്കോ നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ വിഷയം അങ്ങ് മുങ്ങിപ്പോയത്. അത് ചെയ്യേണ്ട ബാധ്യത നമുക്കുണ്ടല്ലേ? തീർച്ചയായും വിശദീകരിക്കണമല്ലോ. കാരണം എനിക്ക് എന്നത് പത്രം വായിച്ച വൈകുന്നു മനസ്സിലായില്ല. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ നിയമം ഉണ്ടോ എന്ന്, 2 നിയമം ഉണ്ടെന്നോ എനിക്ക് മനസ്സിലായില്ല എന്താണെന്നുള്ളത്, എന്താ ഇതിൻ്റെ പ്രായോഗിക വശം എന്നുള്ളത്. അപ്പോൾ CRPC 125 ഇത് മാറി ഇപ്പോഴത്തെ നാഗരിക നിയമമാണ്. ആ നാഗരിക നിയമം സെയിം വകുപ്പുകളും സെയിം സാധനങ്ങൾ, നിയമത്തിൽ അങ്ങനെ കാര്യം മാറ്റം പറ്റില്ല, കുറച്ചൊക്കെ ഒരുമിപ്പിച്ച് ചേർന്നിട്ടുണ്ട്. ഈ നിയമം എല്ലാവർക്കും ബാധകമാണ്, മുസ്ലിമുകൾക്കും ബാധകമാണ്. മുസ്ലിം സ്ത്രീയെ തലാക്ക് ചൊല്ലിയാൽ, ഇപ്പോൾ പഴയ പോലെ തലാക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഇനി അല്ലാതെ തലാക്ക് ചെയ്താലും അവർ പുതിയ വിവാഹം കഴിക്കുന്നത് വരെയോ അവർക്ക് ജീവിക്കാൻ സ്വന്തമായി വരുമാനം ഉണ്ടാകുന്നത് വരെയോ അവരെയും സംരക്ഷിക്കേണ്ട ബാധ്യത മുൻ ഭർത്താവിനുണ്ട് എന്ന് കോടതി പറഞ്ഞ മക്കളെ സംരക്ഷിക്കേണ്ട ബാധ്യത അവർക്കുണ്ട്. അതാണ് സുപ്രീം കോടതിയുടെ വിധി. ഇത് നിലവിൽ ഇത്തരത്തിൽ തർക്കങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ തർക്കങ്ങളുള്ളവർക്കും ഇത് ബാധകമാണ്. വേണമെങ്കിൽ 86-ൽ രാജീവ് ഗാന്ധി കൊണ്ടുവന്ന നിയമം അനുസരിച്ചുള്ള നഷ്ടപരിഹാരത്തിന് വേറെയും കൊടുക്കാം. രണ്ടും കിട്ടും. നന്ദി, നമസ്കാരം.